സുഹൃത്തുക്കളെ, പ്രവീൺ മേലെപ്പുരയ്ക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതിനു മുമ്പ് റോബസ്റ്റ വാഴ നട്ടതും വാഴയുടെ വിളവെടുപ്പ് കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മളെടുത്ത വിളവെടുത്ത വാഴയുടെ ചുവട്ടിൽ ഞാൻ രണ്ടാമത്തെ ക്രോപ്പിന് വേണ്ടിയിട്ട്, അതായത് രണ്ടാമത്തെ വിളയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വാഴക്കുഞ്ഞ് വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു വാഴയുടെ ചുവട്ടിൽ 2 കുഞ്ഞ് എന്ന കണക്കിലാണ് ഞാൻ വിട്ടത്. രണ്ടാമത്തെ വിളയ്ക്ക് വേണ്ടി രണ്ട് കുഞ്ഞാണ് വിട്ടത്. ഇപ്പോൾ ഏകദേശം കൊല വരാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ആ ഒരു എത്തിയിട്ടായി വാഴ. ഇനിയിപ്പോൾ ഏകദേശം 2 മാസം കൊണ്ട് കൊല വരുന്ന ഒരു സ്റ്റേജിലാണുള്ളത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വാഴയ്ക്ക് ഒരു ട്രിപ്പും കൂടെ മണ്ണ് കൊടുത്ത് ഇച്ചിരി വളമെല്ലാം കൊടുത്ത് നമ്മൾ കുറച്ചും കൂടെ മണ്ണ് കൂട്ടി കൊടുത്ത് അങ്ങ് നിർത്തും. സാധാരണ ഞാൻ റോബസ്റ്റയുടെ കൂടെ പിന്നെ ഞാലിപ്പൂവനോ അല്ലെങ്കിൽ നേന്ത്രയൊക്കെ ഇതേ രീതിയിൽ സെക്കൻഡ് ക്രോപ്പിന് ചെയ്യാറുണ്ട് ചില സമയങ്ങളിൽ. പിന്നെ ഭൂമിയുടെ ആ ഒരു ഘടന അനുസരിച്ചാണ് നമ്മളത് എപ്പോഴും തീരുമാനിക്കുക. 2 കുഞ്ഞു വിടുന്ന രണ്ടാമത്തെ ക്രോപ്പിന് വേണ്ടിയിട്ട് ഒരെണ്ണം വിട്ടാൽ മതിയോ എന്നുള്ളതല്ല. പിന്നെ ഒരു കാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ എപ്പോഴും വാഴയിൽ നമ്മൾ വാഴയുടെ ഉണങ്ങി നിൽക്കുന്ന വാഴ കൈകളുണ്ടാവും, അതെല്ലാം നമ്മൾ മുറിച്ചു മാറ്റും. ഇത് വാഴ നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് ഇരിക്കണം. അപ്പോൾ ഞാൻ സാധാരണ ഈ മുറിക്കുന്ന വാഴ വെട്ടിക്കഴിഞ്ഞാൽ വാഴപ്പിണ്ടി അല്ലെങ്കിൽ വാഴയുടെ ചുണ്ട് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മുഴുവൻ ക്ലീൻ ആക്കുമ്പോഴും ഞാൻ തെങ്ങിനകത്താണ് ഇത് നട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വാഴപ്പിണ്ടി കാര്യങ്ങളെല്ലാം വെട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, കൊല കൊത്തിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അത് വെട്ടി തെങ്ങിൻ്റെ ചോട്ടിലേക്ക് വിടും. തെങ്ങിൻ്റെ ചോട്ടിലേക്ക് നമ്മൾ ഈ രീതിയിൽ വിട്ട് കഴിയുമ്പോൾ എന്ന് വെച്ചാൽ തെങ്ങിന് നല്ല പുത കൊടുത്ത പോലെ ആവും. അപ്പോൾ തെങ്ങിന് അത്ര ഉണക്ക് ബാധിക്കത്തില്ല, വേനൽക്കാലത്തൊന്നും ഉണക്ക് ബാധിക്കത്തില്ല. പിന്നെ ഇത് അഴുകി കഴിഞ്ഞാൽ നല്ല വളവുമാണ്. അതുകൊണ്ട് നമ്മൾ വാഴയുടെ പിണ്ടിയെല്ലാം ഈ തെങ്ങിൻ്റെ ചോട്ടിലേക്കാണ് ഇടുന്നത്. അപ്പോൾ ആ രീതിയിൽ തെങ്ങിനും നല്ല ഗുണമാണത്. പിന്നെ ഇത് എപ്പോഴും നമ്മൾ ക്ലീനാക്കി നിർത്തേണ്ടതെന്ന് വെച്ചാൽ വാഴ ക്ലീനാക്കി നിർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് വാഴയ്ക്ക് രോഗങ്ങളും കീടങ്ങളെല്ലാം വളരെ കുറഞ്ഞിരിക്കുള്ളൂ. നമ്മൾ വാഴ ക്ലീൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും രോഗങ്ങൾ ഒക്കെ ഒരുപാട് ഉണ്ടാവാൻ റോബസ്റ്റ ഏകദേശം കഴിഞ്ഞ ഫസ്റ്റ് ക്രോപ്പ് എനിക്ക് ഒരു 30 കിലോ 35 കിലോ ആവറേജ് തൂക്കത്തിലാണ് എനിക്ക് കൊല വന്നത്. നാടൻ റോബസ്റ്റയാണ് നട്ടിരുന്നത്. അപ്പോൾ അതിൽ തന്നെയാണ് ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ക്രോപ്പിന് വേണ്ടിയിട്ട് കുഞ്ഞു വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വിടുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് നടുന്നതും ആ ഒരു കാലതാമസം ആ ഒരു പണി അതെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് ലാഭിക്കാൻ കഴിയും. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ എൻ്റെ വാഴ കൃഷികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ പ്രചോദനം.